ഗൈസ്, ഡോഗ്സിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതെങ്ങനെ ബൈബിറ്റിലേക്ക് ക്ലെയിം ചെയ്യാമെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് ഇറങ്ങാൻ പോകുന്ന 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റിനെ കുറിച്ച് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും അതുപോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിലായിരിക്കും ഫസ്റ്റ് ഇടുന്നത്. അപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ഇപ്പം തന്നെ പോയി ജോയിൻ ചെയ്യാം. ഡോഗ്സിൻ്റെ ഒഫീഷ്യൽ ഗ്രൂപ്പിൻ്റെ അപ്ഡേറ്റ് പ്രകാരം നിങ്ങൾക്ക് 21 ഓഗസ്റ്റ് 6 മണി വരെ മാത്രമേ ടെലഗ്രാം വാലറ്റിലേക്കോ അതുപോലെ തന്നെ എക്സ്ചേഞ്ചിലേക്കോ ഇത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല, നിങ്ങൾക്ക് ടോൺ കീപ്പർ പോലെയുള്ള നോൺ കസ്റ്റോഡിയൽ വാലറ്റിലേക്കാണ് വിഡ്രോ അടിക്കേണ്ടതെങ്കിൽ അതിൻ്റെ വാലറ്റ് 23 തൊട്ട് ഓപ്പൺ ആയിരിക്കും. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ബൈബിറ്റിലേക്ക് എങ്ങനെ ക്ലെയിം ചെയ്യണമെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ബൈബിറ്റിൽ അക്കൗണ്ട് ഇല്ലാത്തവർ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ബൈബിറ്റിൽ അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം KYC കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഡോഗ്സ് എടുക്കുമ്പോൾ ഇങ്ങനത്തെ ഇൻ്റർഫേസ് ആയിരിക്കും. ഇതിൽ ഡെപ്പോസിറ്റ് ടു എക്സ്ചേഞ്ചസ് കൊടുക്കുക, അതിൽ തന്നെ എക്സ്ചേഞ്ചസ് വീണ്ടും കൊടുക്കുക. ടെലഗ്രാം വാലറ്റിലേക്ക് കൊടുക്കേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കാൻ. ഞാനിപ്പോൾ ബൈബിറ്റിലേക്കാണ് കാണിച്ചു തരുന്നത്. നെക്സ്റ്റ് വരുന്ന പേജിൽ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് കാണിക്കും. അതിൽ ബൈബിറ്റ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ അടുത്ത് ബൈബിറ്റിലെ അക്കൗണ്ട് ഉണ്ടോ എന്ന് കാണിക്കും. യെസ് ഐ ഹാവ് എന്ന് കൊടുക്കുക. നിങ്ങൾ ബൈബിറ്റിലെ അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം മാത്രം അത് യെസ് ഐ ഹാവ് എന്ന് കൊടുക്കുക. ബൈബിറ്റിലെ അക്കൗണ്ട് ഇല്ലാത്തവർ ആദ്യം തന്നെ പോയി ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ബാക്കി പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ KYC മസ്റ്റായിട്ടും ചെയ്തിരിക്കുക. ചെയ്യാത്തവർ പിന്നെ ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അടുത്ത പേജിൽ നിങ്ങളുടെ ബൈബിറ്റ് UIDയും ഡെപ്പോസിറ്റ് അഡ്രസ്സും അതുപോലെ തന്നെ മെമോ കോഡും ചോദിക്കും. അതിനായിട്ട് നിങ്ങൾ മിനിമൈസ് ചെയ്തിട്ട് ബൈബിറ്റ് അക്കൗണ്ട് എടുക്കുക. അതിൽ പ്രൊഫൈൽ ഓപ്ഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ UID എന്ന് കാണാൻ പറ്റും. അത് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ആയിട്ട് വാലറ്റ് അഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും മിനിമൈസ് ചെയ്യുക. അസറ്റ് എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് പോവുക. അവിടെ ഡെപ്പോസിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെർച്ച് ബാറിൽ ഡോഗ്സ് എന്ന് സെർച്ച് ചെയ്യുക. അതിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ടൺ ആണോ എന്ന് ചോദിക്കും. അപ്പോൾ ടണ്ണിൻ്റെ ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് അവിടെ മുകളിൽ കാണുന്ന വാലറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്യുക. ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ മിനിമൈസ് ചെയ്തിട്ട് വീണ്ടും ബൈബിറ്റ് എടുക്കുക. ആ വാലറ്റ് അഡ്രസ്സിൻ്റെ അടിയിലായിട്ട് ടാഗ് ഓർ മെമോ എന്ന് കാണാം. അവിടെ ഒരു കോഡ് ഉണ്ടാവും. ആ കോഡ് കോപ്പി ചെയ്തിട്ട് ഈ ടെലഗ്രാമിൽ വന്ന് വീണ്ടും പേസ്റ്റ് ചെയ്യുക. ഇത് 3ഉം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റ് തന്നെയായിട്ട് കൊടുക്കുക. തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് പേജിൽ നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസും അതുപോലെ തന്നെ KYC പാസ്ഡ് ആണോ എന്നുള്ള കാര്യവും വരും. അത് കൺഫേം ചെയ്തതിന് ശേഷം ലാസ്റ്റ് പ്രൊസീജിയറായ വൂഫ് ഇത് ക്ലിക്ക് ചെയ്യുക. എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് കഴിയുമ്പോൾ ഡോഗ്സ് വിഡ്രോയിങ് എന്ന് പറഞ്ഞായിരിക്കും ഇൻ്റർഫേസിൽ കാണിക്കുന്നത്. അത് വരും ദിവസങ്ങളിൽ ബൈബിറ്റിലേക്ക് ക്ലെയിം ആയിക്കോളും. ഇനി നിങ്ങൾക്ക് ഈ ക്ലെയിം ചെയ്തിരിക്കുന്നത് സെല് ചെയ്യാനായിട്ട് 23 പറ്റുള്ളൂ. അപ്പോൾ അതുവരെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് എത്ര രൂപയ്ക്കും കിട്ടുന്നതെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഇമ്പോർട്ടൻ്റ് ടെലഗ്രാം പ്രോജക്ട്സ് ഞാൻ പരിചയപ്പെടുത്താം. അതിന് മുമ്പായിട്ട് പൈക്കോയിനെ കുറിച്ചും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളുടെ 30 ദിവസത്തെ മൈനിങ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഹോം പേജിൽ വന്നിട്ട് 3 ലൈൻസ് ക്ലിക്ക് ചെയ്യുക. അതിലെ മെയിൻ നെറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുക. എന്നിട്ട് മെയിൻ നെറ്റ് ചെക്ക് ലിസ്റ്റിൽ KYC പ്രൊസീജിയേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വീഡിയോസ് റെഫർ ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാം. KYC കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള പൈക്കോയിൻ വേറെ വല്ലവരുടെ വാലറ്റിലേക്ക് സെൻഡ് ചെയ്തിട്ട് അവരുടെ നിന്ന് പൈസ മേടിക്കാൻ പറ്റും. പൈക്കോയിൻ്റെ ഡീലേഴ്സ് കുറേ അവൈലബിൾ ആണ്. അപ്പോൾ പൈക്കോയിൻ സെൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ എനിക്ക് മെസ്സേജ് അയക്കാം. ഞാനപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിരുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് ഇറങ്ങാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോജക്റ്റുകളിൽ ഒന്നാണ് ഗെയിമി എന്ന് പറയുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ഇപ്പം തന്നെ ജോയിൻ ചെയ്യാം. ഞാൻ അതിലേക്കും കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നത്. ഈ ഗെയിമിലത്തെ ഫൈനൽ മൈനിങ് സ്റ്റേജിലൂടെയാണ് ഇത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മാക്സിമം വാർഡ് കോയിൻസ് ഏൺ ചെയ്യാൻ നോക്കുക. നമുക്ക് വാർഡ് കോയിൻ ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ 1 മണിക്കൂർ കൂടുമ്പോൾ നമുക്കൊരു ഗെയിം കിട്ടും. അതിലൂടെയും നിങ്ങൾക്ക് വാർഡ് പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ നിങ്ങളുടെ ടെലഗ്രാം വാലറ്റോ അല്ലെങ്കിൽ ടൺ കീപ്പറോ കണക്ട് ചെയ്ത് ഇടാം. ഇതിൻ്റെ ലിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ആയിട്ട് ടെലഗ്രാമിലെ ഇമ്പോർട്ടൻ്റ് ബോട്ടാണ് ബ്ലം. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. 8 മണിക്കൂർ കൂടുമ്പോൾ ക്ലെയിം ചെയ്യുക. അത് കഴിഞ്ഞ് സ്റ്റാർട്ട് ഫാമിംഗ് കൊടുക്കുക. പിന്നെ ജസ്റ്റ് ഇതിൽ ഡെയിലി ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലം പോയിന്റ്സ് കിട്ടും. അതുപോലെ തന്നെ ടോക്കൺസും കിട്ടും. ടോക്കൺസ് വെച്ച് വേണമെങ്കിൽ നമുക്ക് പ്ലേ ചെയ്യാം, അല്ലെങ്കിൽ അത് കൂട്ടി വയ്ക്കാം. നെക്സ്റ്റ് ആയിട്ട് എല്ലാത്തിനെയും പോലെ തന്നെ ടെലഗ്രാം വാലറ്റോ അല്ലെങ്കിൽ ടൺ കീപ്പറോ കണക്ട് ചെയ്ത് ഇടുക. അപ്പോൾ ഇതെല്ലാം പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആരും മിസ്സാക്കാതെ തന്നെ ഈ പ്രൊജക്റ്റുകളും ചെയ്യാൻ നോക്കുക. അപ്പോൾ ബൈ.